ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയിട്ടില്ല ഇതുപോലൊരു കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നോക്കിയാലോ. അപ്പോൾ കസവ് ഫാബ്രിക് വെച്ച് ചെയ്യണമായിരുന്നു. എൻ്റെ കയ്യിൽ കസവ് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു കോട്ടൺ ഫാബ്രിക് വെച്ചിടെ മോഡൽ കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് കസവൊക്കെ വെച്ച് ചെയ്ത് നോക്ക്. ഓണത്തിന് ഇപ്പോൾ സാരി, പട്ടുപാവാട, ധാവണിയൊക്കെ ഇഷ്ടമല്ല എന്നാണെങ്കിൽ ഇതുപോലുള്ള സ്റ്റൈൽസും ട്രൈ ചെയ്യാവേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് എല്ലാവരും ഒന്ന് വീഡിയോ അവസാനം വരെ കാണും. അപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മുടെ ടിഷ്യൂ സെറ്റിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് എടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓണത്തിനൊക്കെ ഇടാവേ. ഇപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ടും കയ്യിൽ ഈ ഒരു ഫാബ്രിക് ഉള്ളത് കൊണ്ടും ഞാൻ ഇതാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് ഉള്ള ഫാബ്രിക് എടുക്കാം. 2 മീറ്റർ ഫാബ്രിക്കും അതുപോലെ ലൈനിങ് ഒരു 1.5 മീറ്റർ എടുത്തോളൂ. ഇവിടെ ഞാൻ അത്യാവശ്യം സ്ലിം ആയിട്ടുള്ള ഒരാളുടെ മെഷർമെൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ മെയിൻ ഫാബ്രിക്കിനെ നമ്മൾ എടുത്തിട്ട് എങ്ങനെ മടക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നേരെ നടുവിലോട്ട് മടക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള സൈഡ് അപ്പുറത്ത് വെച്ചിട്ട് ബാക്കി ഇപ്പുറത്തെ സൈഡിൽ ഓപ്പൺ വരുന്നത് അതിനെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മടക്ക് വരെ ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് അളവ് പ്ലസ് തയ്യൽ തുമ്പിൻ്റെ അളവായിരിക്കണം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് തുണി അധികം വേസ്റ്റേജ് വരുന്നില്ല. അപ്പോൾ ഓൾറെഡി മടക്ക് വന്ന ഭാഗം, അതായത് ആ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം അപ്പുറത്തെ സൈഡിലുള്ളത് തന്നെ സ്ലീവ്സ് നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് പീസ് ചെയ്ത് 2 പീസ് ജോയിൻ ചെയ്യാതെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ മടക്കി ഇടുക. അപ്പോൾ ഇവിടെ നമ്മൾ ലൈനിങ്ങിലാണ് മെയിൻ മെഷർമെൻറ്റ്സ് എല്ലാം തന്നെ എടുക്കുന്നത്. നേരത്തെ അതെങ്ങനെയാണ് മടക്കുന്നത് ഞാൻ കാണിച്ചു തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പ്ലസ് തയ്യൽ തുമ്പ് വരുന്ന രീതിയിലായിട്ട് ലൈനിങ് മടക്കിയ ഭാഗം മൊത്തത്തിൽ ഒരു 10 ഇഞ്ചിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മടക്കിയതുകൊണ്ട് 4 ഫോൾഡായിട്ട് തന്നെ അവിടെ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് തുടങ്ങാം. നെക്കിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഷോൾഡറിലേക്ക് ഒരു 6 ഇഞ്ച്, 3 ഇഞ്ച് കഴിഞ്ഞിട്ട് ഒരു 3 ഇഞ്ച് വരുന്ന രീതിയിൽ 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാം, താഴേക്കുള്ള മെഷർമെൻറ്റ്, അതായത് ആം ഹോളിൻ്റെ ഇതുണ്ടല്ലോ, അത് നമ്മൾ ഒരു 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ അളന്ന് നോക്കുമ്പോൾ നമ്മളുടെ അളവാണ് 6 ഇഞ്ച്, നിങ്ങൾക്ക് മാറ്റം ഉണ്ടെന്നാണ് മാറ്റിയെടുക്കാം. അപ്പോൾ ഞങ്ങൾ 6 ഇഞ്ച് താഴേക്കുള്ള ആം ഹോളും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ചെസ്റ്റ് അളവ് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞങ്ങളിവിടെ ചെസ്റ്റ് അളവിൻ്റെ 4/1 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 32 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 32ൻ്റെ 4/1 എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അളവ് എത്രയാണെന്ന് നോക്കുക. അതിനെടുത്തിട്ട് ടാപ്പിനെ ജസ്റ്റ് 4 മടക്കി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നമുക്കിവിടെ 8 ഇഞ്ചാണ് കിട്ടിയത്, അത് നമ്മൾ 8 ഇഞ്ച് കൊടുത്തു. ഓക്കെ, അപ്പോൾ തയ്യൽ തുമ്പും അതിൻ്റെ അപ്പുറത്ത് 2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ ജോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ താഴേക്കുള്ള 6 ഇഞ്ചിൻ്റെ പകുതി 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ ഒരു 3 ഇഞ്ചും ആ ജോയിൻ്റ് എന്ന് വന്ന ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിൻറ്റും പിന്നെ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ആ ഒരു പോയിൻറ്റും, ഇത് 3ഉം കൂടി ചെറിയൊരു കർവ് നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്ലീവ്സിൻ്റെ ഒരു ആം ഹോൾ കർവ് വരക്കുന്ന സ്കെയിലുണ്ട്, അതുണ്ടെങ്കിൽ അത് മതി. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ ആ 3 പോയിൻറ്റും ജോയിൻ ചെയ്തൊന്ന് വരച്ചാൽ മതി. ഇനി എന്ത് ചെയ്യാം, താഴേക്ക് നമ്മുടെ ഈ ഒരു ഷേപ്പും മറ്റും മാർക്ക് ചെയ്യണമല്ലോ, അതൊന്ന് മാർക്ക് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഡോരിക്ക് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആം ഹോളിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് താഴേലേക്കായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തന്നെയാണ്. താഴേക്ക് 6 ഇഞ്ചാണല്ലോ, ആ ഒരു 6 ഇഞ്ചിൻ്റെ അത് കുറച്ച് നീട്ടി വരക്കുക, എവിടെ വരെ വേണമെന്നുള്ളത് നോക്കുക. എന്നിട്ട് ആം ഹോൾ കഴിഞ്ഞിട്ട് എവിടെ നിന്നാണോ നമുക്ക് സ്റ്റാർട്ടിങ് വേണ്ടത് അവിടെ മാർക്കിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു 8 ഇഞ്ചിൽ ആദ്യത്തെ മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എവിടെയൊക്കെയാണോ ഈ ഒരു ഡോരി കൊടുക്കേണ്ടത് എന്നുള്ളത് നോക്കുക. അപ്പോൾ 8 ഇഞ്ച് കഴിഞ്ഞ് നമ്മൾ 2 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ മാർക്കിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചു, അവിടെ നിന്ന് 2 ഇഞ്ച്, 4 ഇഞ്ച്, 6 ഇഞ്ച്, 8 ഇഞ്ച് എന്നിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി ആ ഒരു എത്ര ഇഞ്ച് വേണം എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഈ ഓപ്പൺ വരുന്നത് വരെ, ആം ഹോളിന് താഴെ ഓപ്പൺ വരുന്ന ആ ഒരു ഷേപ്പ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ വരെയും നമുക്ക് എത്ര വേണേലും ഡോരി ഇട്ട് കൊടുക്കാം. അത് 2 ഇഞ്ച് തന്നെ ഡിസ്റ്റൻസ് കൊടുക്കണമെന്നില്ല. അപ്പോൾ ഷോൾഡറിൽ നിന്ന് ഒരു 20 ഇഞ്ചിലാണ് നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ പോർഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ സ്ലിറ്റഡ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ 20 ഇഞ്ച് ജസ്റ്റ് ഒന്ന് മാർക്കിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വരെയും നമുക്കിനി ഒരു 4 ഇഞ്ച് കൂടെ വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഇടക്കും നമ്മളൊരു ഡോരി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവസാനം കുറച്ച് ഡോരി എക്സ്ട്രാ വന്നെന്ന് തോന്നിയാണ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എവിടെ മുതൽ എവിടെ വരെയാണോ ഡോരി വേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാർക്കിട്ട് കൊടുത്തേക്ക്. പിന്നെ നമുക്ക് നെക്കിൻ്റെ ഇത് തുടങ്ങാം. അപ്പോൾ 3 ഇഞ്ച് നമ്മൾ നെക്ക് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ നെക്കിൻ്റെ താഴേക്കുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു 4 ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 4 അല്ല, സോറി, ഒരു 5.5 ഇഞ്ചിൻ്റെ അടുത്ത് നമ്മൾ നെക്കിൻ്റെ താഴേക്കുള്ള ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. അത് 3 ഇഞ്ചും 5.5 ഇഞ്ചും വെച്ചിട്ട് നമ്മളൊരു ബോക്സ് പോലെ വരച്ചെടുത്തു. അപ്പോൾ സ്ക്വയർ നെക്കാണ്, അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ ഇച്ചിരി ഒന്ന് കടത്തി കൊടുക്കുന്നുണ്ട്. അതായത് 1 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുത്തിട്ട് അവിടുന്ന് ആ ഒരു മേലത്തെ പോയിന്റിലേക്ക് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അവിടെ നിന്ന് ആ മേലത്തെ ആ ഒരു പോയിന്റിലേക്കും കൂടെ മാർക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി സ്ക്വയർ നെക്ക് പോലെ ഇരിക്കും, പക്ഷെ ഒന്ന് ഷേപ്പ് മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതും നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ബാക്ക് നെക്കും കൂടി ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ താഴേക്ക് ഒരു 3 ഇഞ്ച് എടുത്തിട്ട് ഇവിടെ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു ബോക്സ് വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അതിനൊന്ന് നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് ഒരു കർവ് പോലെ വരച്ചെടുക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക് നെക്കും ഇത് ഫ്രണ്ട് നെക്കും. ഓക്കെ, അത് രണ്ടും ഒന്നിച്ചാണ് മാർക്ക് കൊടുക്കുന്നത്. പിന്നെ താഴേക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് നോക്കുക. നമ്മളൊരു 40 ഇഞ്ചിലാണ് കൊടുത്തത്. അതായത് നമ്മുടെ ലൈനിങ് മെയിൻ ഫാബ്രിക്കിൻ്റെ അത്ര വേണ്ടല്ലോ. അപ്പോൾ ഒരു 40 ഇഞ്ച് മുകളിൽ ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് താഴേലേക്ക് ഒരു എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത്ത് വേണ്ടത് ആ ഒരു ലെങ്ത്തും കൂടെ മാർക്കിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഈ താഴത്തെ ആ ഒരു ലൈൻസ് 40 ഇഞ്ച് കൊടുത്തല്ലോ, അത് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആ ഒരു ടോപ്പിൻ്റെ ലൈനിങ്ങിൻ്റെ ലെങ്ത്തും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ഓപ്പൺ എത്ര വേണം എന്നുള്ളത് നോക്കുക. ഓക്കെ, അതൊന്നും ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് താഴത്തെ ഒരു ഓപ്പണിൻ്റെ വീതി ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഉള്ളതിനേക്കാൾ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിൽ കൊടുത്താൽ മതി. ഇനി നമുക്കിതിൽ നമ്മുടെ ഷേപ്പും ഇതൊക്കെ ഓപ്പൺ ചെയ്യണമല്ലോ, മാർക്ക് ചെയ്യണമല്ലോ, അത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷേപ്പിന് എത്ര ലെങ്ത്തിലാണോ വേണ്ടതെന്നുള്ളത് നോക്കുക. മുകളിൽ നിന്ന് എത്ര ലെങ്ത്തിലാണോ ഷേപ്പ് വേണ്ടത്, എന്നിട്ട് ആ ഷേപ്പിൻ്റെ 4/1 നമ്മളിവിടെ ഒരു 8 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. 8 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഷോൾഡറിൽ നിന്ന് വെച്ചിട്ട് എവിടെയാണോ നിങ്ങളുടെ ഷേപ്പ് വരുന്നത് ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്യുക, അവിടെ നിന്ന് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആ ഒരു ഹിപ്പിൻ്റെ പോർഷൻ അവിടെ നമ്മളൊരു 9.5 ഇഞ്ച് മൊത്തത്തിൽ, അതായത് തയ്യൽ തുമ്പും മെയിൻ അളവും, അതായത് നമ്മുടെ അളവ് എത്രയാണോ അതും തയ്യൽ തുമ്പും കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്ലിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഷേപ്പിൻ്റെ പോർഷൻ, ഹിപ്പിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമുക്കൊരു 1/2 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പായിട്ട് കൊടുക്കണ്ടൂ. അപ്പോൾ ഒരു 9 ഇഞ്ച് നോർമലും അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച് 9.5 ഇഞ്ച് മൊത്തത്തിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് താഴെയുള്ള ആ ഒരു ഓപ്പണിൻ്റെ അവിടത്തേക്ക് ഈ ഒരു എക്സ്ട്രാ തന്ന തയ്യൽ തുമ്പിൻ്റെ അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ ആ ഷേപ്പിൻ്റെ തയ്യൽ തുമ്പും ഈ താഴെയുള്ള ഈ ഒരു ഹിപ്പിൻ്റെ അവിടുത്തെ തയ്യൽ തുമ്പും ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേലെ ആ ഒരു ചെസ്റ്റിൻ്റെ പോർഷൻ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറക്റ്റ് മെഷർമെൻറ്റ് ഇപ്പുറത്തെ ലൈൻസ് ആണല്ലോ, അതും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ വരക്കുന്ന ഈ ഒരു ലൈനാണ് നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ സ്ലിറ്റഡ് ആയതുകൊണ്ടും മടക്കി തയ്ക്കുമ്പോൾ വലുപ്പം കൂടാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് താഴെ ജസ്റ്റ് ഒരു 1/2 ഇഞ്ചിൻ്റെ അടുത്ത് മാത്രം തയ്യൽ തുമ്പ് ഇട്ടത്. നിങ്ങൾക്ക് വേണം 1 ഇഞ്ച് വരെ പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്ത് ചെയ്യാം, നമുക്കിത് മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ആം ഹോൾ നെക്ക് ഇപ്പം നമുക്ക് ലൈനിങ്ങിൽ അല്ലെങ്കിൽ മെയിൻ ക്ലോത്തിൽ ഒന്നിൽ കട്ട് ചെയ്താൽ മതി. നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്യുന്നുണ്ട്, അത് അവസാനം കട്ട് ചെയ്താൽ മതിയാവും. ആദ്യം എന്ത് ചെയ്തു, നമ്മൾ ആം ഹോൾ കട്ട് ചെയ്തു. പിന്നെ താഴേലേക്കുള്ള ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ, ആ ഒരു ലെങ്ത്തിൻ്റെ അതും ലെങ്ത് അല്ല, ആ ഒരു ഷേപ്പില്ലേ, ആ ഒരു ഷേപ്പും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് സ്ലിറ്റ് എവിടെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാർക്ക് ഇട്ട് കൊടുക്കണമായിരുന്നേ. അവിടെ ജസ്റ്റ് ഒന്ന് കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നാണല്ലോ നമ്മൾ ഈ 1/2 ഇഞ്ചിൻ്റെ തയ്യൽ തുമ്പിട്ടത്. ആ സ്ലിറ്റിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ട് അതൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ താഴെ വരെയായിട്ടും കംപ്ലീറ്റ് ആയിട്ട് നമ്മളിതിനെ വെട്ടിയെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ ലൈനിങ്ങിൽ വെച്ചിട്ട് ഇനി ഇതിനെ അപ്പുറത്തേക്ക് മാറ്റിയാൽ മതിയാവും. പിന്നെ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കട്ട് ചെയ്യണമെന്നാൽ നമ്മൾ രണ്ടും ഒന്നിച്ചാണല്ലോ കൊടുത്തത്, ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും. അപ്പോൾ എന്ത് ചെയ്യുക, രണ്ടും തുണി മാറ്റാണ്ട് തന്നെ നമ്മൾ ആദ്യം ബാക്ക് നെക്ക് വെട്ടിയെടുക്കുക. ഓക്കെ, കാരണം ബാക്കിലും ഫ്രണ്ടിലും സെപ്പറേറ്റ് ആണല്ലോ. അപ്പോൾ ബാക്ക് നെക്ക് ആദ്യം നമ്മൾ വെട്ടിയെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക, ഉള്ളിലുള്ള ഇപ്പോൾ 4 മടക്കായിട്ടാണല്ലോ തുണിയുള്ളത്, അതിന് ജസ്റ്റ് ഒന്നിനെ ഒന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്കി വന്ന തുണീനെ കറക്റ്റായിട്ട് നേരത്തെ ഉള്ളതുപോലെ തന്നെ ആ ഒരു ആം ഹോളൊക്കെ കറക്റ്റ് വരുന്ന രീതിയിൽ ഒന്ന് ഇത് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഈ ഫ്രണ്ട് നെക്ക് വെട്ടിയെടുക്കാം. രണ്ടും ഒരുപോലെ വെട്ടരുത്, ആദ്യം രണ്ടും ഒന്നിച്ച് ബാക്ക് നെക്ക് ഒന്നിച്ച് വെട്ടിയിട്ട് ഫ്രണ്ട് നെക്ക് വരുമ്പോൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ സ്ക്വയർ നെക്ക് കൊടുത്തു, നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് കൊടുക്കാം, വീനക്ക് വേണമെങ്കിൽ വീനക്ക് കൊടുക്കാം, അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ 2 ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മൾ നിവൃത്തി വെച്ച് ഇതുപോലെയും ബാക്ക് നെക്ക് ഈ പോലെ ഒരു റൗണ്ടായിട്ടാണ് ഉണ്ടാവുക. ഇനി എന്ത് ചെയ്യാം, ഈ ഒരു ലൈനിങ്ങിൻ്റെ ഒരു പീസ് എടുക്കുക, ഏത് പീസാണെങ്കിലും കുഴപ്പമില്ല. അതെടുത്തിട്ട് നമ്മുടെ മെയിൻ ഫാബ്രിക് നേരത്തെ ആ മടക്കുന്ന കാണിച്ചു തന്നില്ലേ ജസ്റ്റ് അളവിൻ്റെ, അതുപോലെ ജസ്റ്റ് എത്രയാണോ നമുക്ക് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഫാബ്രിക് എടുത്തിട്ട് ലൈനിങ് എടുത്തിട്ട് അതിൻ്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുക. ഇപ്പോൾ 4 മടക്കായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആവശ്യത്തിന് മാത്രമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈനിങ് കൊള്ളുന്ന രീതിയിൽ മാത്രമേ നമ്മൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലെ ചിലപ്പം നമുക്ക് വേസ്റ്റ് ആയി പോകും. അപ്പോൾ ഇതെന്ത് ചെയ്തു, 2ആക്കി മടക്കിയിട്ടിട്ട് നേരത്തെ ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ അതേ വഴിയിലാണ് മടക്കി വെച്ചത്. എന്നിട്ട് ഇതിന് കറക്റ്റായിട്ട് ഒന്ന് വെട്ടിയെടുക്കാൻ ഇച്ചിരി അധികം ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് വെട്ടിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. മെയിൻ ഫാബ്രിക് അല്ലേ, അവസാനം എക്സ്ട്രാ എടുത്ത് നമുക്ക് വെട്ടിക്കളഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ ആ കട്ടിൻ്റെ പോർഷൻ, അതായത് നമ്മൾ ആ ഇതില്ലേ സ്ലിറ്റ് ഓപ്പൺ വരുന്നത്, അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല കോട്ടൺ ഫാബ്രിക് ആയിരുന്നു, നല്ല ക്വാളിറ്റിയുടെ ഫാബ്രിക് ആയതുകൊണ്ട് നമുക്ക് കത്രിക പിടിക്കുന്നുണ്ടായിട്ടില്ല. പുതിയ കത്രിക ആയിട്ട് പോലും ഇത് പിടിക്കുന്നുണ്ടായിട്ടില്ല, അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ട് മുറിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നെക്ക് ഇതിൽ നമുക്ക് കട്ട് ചെയ്യേണ്ട, മെയിൻ ഫാബ്രിക്കിൽ നമ്മളിപ്പോൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല.
നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൊടുക്കാം. അപ്പോൾ മൊത്തം ചെയ്ത ബാക്കി ഈ ഒരു പീസാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം നീളത്തിൽ കിട്ടിയിട്ടുണ്ടാകും, കാരണം മടക്കിയ ഭാഗമായിരുന്നല്ലോ ആ സൈഡിൽ വെച്ചത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു 21 ഇഞ്ചസിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. 21.5 21.5 അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്ലീവ് കിട്ടുന്ന അത്ര നീളത്തിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഓൾറെഡി 4 മടക്കായിരിക്കും, അതിനെ 4 മടക്കാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ താഴേലേക്ക് ആ മുകളിലത്തെ വശത്തുനിന്ന് നമ്മൾ താഴേലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ഇട്ട് കൊടുത്തു. 3 3.5 ഇഞ്ചോ മാർക്ക് ഇട്ട് കൊടുക്കാം, അത് വിഷയമല്ല. എന്നിട്ട് ആ മാർക്കിങ്ങിലേക്ക് ജസ്റ്റ് ഒന്ന് നീട്ടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ആം ഹോൾ ലെങ്ത്ത് ഉണ്ടാവുമല്ലോ, ആ ഒരു ലെങ്ത്ത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ കിട്ടിയ ലെങ്ത്ത് ഒന്ന് ഈ കോണിലേക്ക് ഇവിടുന്ന് ഈ ഇവിടത്തേക്കുള്ള ലെങ്ത്ത് ഇല്ലേ, അത് നമ്മുടെ ആം ഹോളിൻ്റെ അളവാണ്. അത് എത്രയാണെന്ന് വെച്ചാൽ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടുന്ന് ആ പോയിന്റിലേക്ക് വരച്ചിട്ട് ആ വളഞ്ഞ വരയുണ്ടല്ലോ അതിൻ്റെ സെൻറ്റർ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുക. ടാപ്പ് വെച്ച് കണ്ടുപിടിച്ചാലും മതിയേ. എന്നിട്ട് ഇങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് ഒരു കർവ് പോലെ അങ്ങ് വരച്ചു കൊടുക്കുക. ഓക്കെ, ഒന്ന് മേലോട്ടും ഒന്ന് താഴോട്ടും. അപ്പോൾ അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് കിട്ടും. പിന്നെ ആ ഒരു അറ്റത്തെ പോയിൻ്റ് ഉണ്ടല്ലോ ആം ഹോളിൻ്റെ അളവെടുത്ത് അതവിടെ വെച്ചേക്കും. നേരെ താഴെ വന്നിട്ട് നമുക്ക് ഓപ്പൺ എത്രയാണോ താഴെ വേണ്ടതെന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ ഒരു 5 ഇഞ്ചും 1 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എത്രയാണോ കൊടുക്കാം. അപ്പോൾ ആ ഒരു എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുക്കണം. എന്നിട്ട് ആ എക്സ്ട്രാ തയ്യൽ തുമ്പ് മേലത്തെ ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ആ 2 പോയിൻറ്റും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ച് കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഒപ്പിക്കുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ജസ്റ്റ് കാണിച്ചു തന്നെയാണ്. ഞാൻ എന്തായാലും ഡീറ്റെയിൽ വീഡിയോ ഇടണമെന്ന് കുറേ വിചാരിക്കുന്നു, പക്ഷേ സത്യം പറഞ്ഞാൽ പറ്റുന്നില്ല. ഇപ്പോൾ ഓണം സീസണോട് ആയതുകൊണ്ട് ഇച്ചിരി തിരക്കാണ്, അതുകൊണ്ടാണ് പറ്റാത്തത്. എന്തായാലും ഞാൻ അത്രയും പെട്ടെന്ന് ഇടാൻ വേണ്ടി ശ്രമിക്കാം. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ആ മാർക്ക് ചെയ്ത ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആദ്യത്തെ മേലോട്ടുള്ള ഒരു കർവ്, പിന്നെ താഴോട്ടുള്ളൊരു കർവ്, പിന്നെ ആ ഒരു സ്ട്രെയിറ്റ്, അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ തന്നെ ഒന്ന് വെട്ടിയെടുക്കുക. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാനൊരു ഓണം തീമിൽ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ ഈ ഒരു മോഡൽ ഞാൻ ഈ ഹിന്ദിക്കാരികളില്ലേ അവരിങ്ങനെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്. ഹിന്ദിക്കാരികളല്ല, നോർത്ത് ഇന്ത്യൻസ് ഇട്ടിട്ട് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അന്നേ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര തുണി മാത്രമേ നമുക്ക് ബാക്കിയായിട്ട് വന്നിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യാം, ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഡോരി വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കിട്ടുന്നത്ര തുണി നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചിട്ട് അതിനെ നമ്മൾ വെട്ടിയെടുത്താൽ മതിയാവും. അപ്പോൾ ബാക്ക് ടു ദ പോയിന്റ്, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദിക്കാരികളാണ് ഇതിങ്ങനെ ഇട്ടിട്ട് കാണാറുള്ളത്. അതെനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അവരുടെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേ ഞാൻ നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സൈഡിൽ ഡോരി വരുന്നത്. ഇതിപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2 ഡിഫറെൻറ്റ് സൈസ്, അതായത് സ്മോളും മീഡിയം ഉള്ള ആൾക്കാരുണ്ട് എന്നാണെങ്കിൽ നമുക്കിത് വെച്ച് ടൈറ്റ് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു നല്ലൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഓണത്തിന് പട്ടുപാവാടയും അതുപോലെ ഈ സാരിയൊന്നും ഇഷ്ടമല്ല എന്നാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഓരോ വെറൈറ്റി മോഡൽസും ട്രൈ ചെയ്യാമല്ലോ. ഇതെന്തായാലും വെള്ളയിൽ പൂക്കളാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ ഡോരിക്ക് വേണ്ടി വെട്ടിയെടുത്തല്ലോ ആ ഒരു പീസസ് വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് ഡോരി ആക്കാം. അപ്പോൾ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിലായിട്ടൊന്ന് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, കുറച്ച് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് താഴേക്ക് നമുക്ക് എത്രയാണോ കറക്റ്റ് ഗ്യാപ്പ് വേണ്ടത് ആ ഒരു ലെങ്ത്തിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ആ സ്റ്റാർട്ടിങ്ങിൽ ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക മീൻസ് ഒന്ന് വളച്ചടിക്കുക. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് മറിച്ചിടാൻ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, എക്സ്ട്രാ ഇങ്ങനെ ഫാബ്രിക്സ് ഉണ്ടാവുമല്ലോ അതൊക്കെ ജസ്റ്റ് കുറച്ചൊരു 1 സെൻറ്റിമീറ്റർ എക്സ്ട്രാ വെച്ചിട്ട് ഒന്ന് വെട്ടിക്കളയാം. 1 സെൻറ്റിമീറ്റർ അളക്കേണ്ട ആവശ്യമില്ല, ഒരു ഐഡിയ വെച്ചിട്ട്. എന്നിട്ടൊരു സൂചി നൂലും എടുത്തിട്ട് അതിൽ നൂല് കോർത്തിട്ട് ഒരു 2 നൂല് ഇട്ടോ കേട്ടോ. അതായത് നോർമലി നമ്മൾ ഒരു നൂലിട്ട് എടുക്കുന്നല്ലേ, അതിന് വരെ ഇച്ചിരി കട്ടിക്കുന്നോട്ടെ. എംബ്രോയ്ഡറി ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. അതെടുത്തിട്ട് ഇതിൻ്റെ അറ്റത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ കെട്ടിക്കൊടുക്കുക. ഇപ്പോൾ വിഷ്വലിൽ കാണുന്നത് പോലെ ഒന്ന് കെട്ടിയിട്ട് ടൈറ്റാക്കി വെച്ച് കൊടുത്തിട്ട് സൂചീൻ്റെ ബാക്ക് സൈഡ് ഈ ഒരു ഡോരീൻ്റെ ഉള്ളിലേക്കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഫ്രണ്ട് ഇടരുത്, അന്നേരം അത് കുത്തും. ഇതാകുമ്പോൾ ബാക്ക് സൈഡായതുകൊണ്ട് വിഷയമല്ല. എന്നിട്ട് ഈ ഒരു സൂചി നൂലും വെച്ചിട്ട് മേലെ നമ്മൾ കറക്റ്റായിട്ട് ടൈറ്റാക്കി കെട്ടി വെച്ചല്ലോ, അപ്പോൾ അത് അഴിഞ്ഞു പോകരുത്. എന്നിട്ട് ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് താഴേലേക്ക് ഇങ്ങനെ വലിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതങ്ങ് അറ്റം വരെ എത്തിക്കണം. ഇച്ചിരി പണി പിടിച്ച പണിയാണ് ഈ ഡോരി മറിച്ചിടുക എന്നുള്ളത്. അതിപ്പോൾ ഇത് മറിച്ചിടാൻ വേണ്ടിയുള്ള ടൂളൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ കയ്യിലതില്ല, ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതിങ്ങനെ അറ്റം വരെയും നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ ആ മേലത്തെ സൈഡുണ്ടല്ലോ നമ്മൾ ആദ്യം കുടുക്കി വെച്ചത് അതിനെ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്കാക്കി കൊടുക്കുക. ഓക്കെ, ആ ഒരു പോർഷൻ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് ഉള്ളിലേക്കായിട്ട് വരുന്ന രീതിയിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ കമൻറ്റ് കണ്ടായിരുന്നു ഡോരി ഇട്ടിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളത് ഒന്ന് ഉള്ളിലോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, ബാക്കിയുള്ളതും കൂടെ വേഗം ചെയ്തിട്ട് പുറത്തോട്ടേക്ക് എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ അറ്റം ഇങ്ങനെ ചുരുണ്ട് വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ അറ്റത്തുള്ള ആ ഒരു പോർഷൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ ആ ഒരു പോയിൻ്റ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും. പിന്നെ അത് ജസ്റ്റ് ഇങ്ങനെ വലിച്ച് കൊടുക്കുക. അപ്പോൾ അറ്റം ടൈറ്റ് ആകുമ്പോൾ അതൊന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്ന് മാത്രമേ വരുന്നുള്ളൂ.
പിന്നെ ഇത് ഒരു പരിധി ഒരു പകുതിക്ക് ശേഷം വന്നാൽ പിന്നെ വേഗം നമുക്ക് ഈ ഒരു കുത്തിവെച്ച നൂലുണ്ടല്ലോ, സൂചി ഉണ്ടല്ലോ, സൂചി പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതൊന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇത് കോട്ടനൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി കൂടെ പണിയാണ്. നേരെ മറിച്ച് നമ്മുടെ ഈ കുറച്ച് ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വേഗം ഇത് ചെയ്തെടുക്കാനും വേണ്ടി പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ഇതിനു മുന്നേ ഒരു ലൈനിങ് നമ്മുടെ ക്രീപ്പ് വെച്ചിട്ട് ചെയ്തപ്പോൾ അത്യാവശ്യം വേഗം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ വലിച്ചെടുത്തപ്പോൾ ആ ഒരു സൈഡ് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, മൊത്തത്തിലൊന്ന് കംപ്ലീറ്റ് ആയിട്ട് വലിച്ചു കൊടുക്കുക. നൂല് പൊട്ടിപ്പോയാൽ ചിലപ്പോൾ പണി കിട്ടും, അതുകൊണ്ട് പൊട്ടാണ്ട് വലിക്കണം. അതാണ് ഞാൻ എംബ്രോയ്ഡറി ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞത്. അത് അത്യാവശ്യം കട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഡോരി വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഡോരി വെക്കാനുള്ള ഹോൾസ് പോലെ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു 2-2.5 ഇഞ്ചോ നീളത്തിൽ ആ ഡോരീനെ ഒന്ന് വെട്ടിയെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. എത്ര വേണോ ഹോൾസ് അത്രയും എടുക്കുക. നമ്മളൊരു 10-20 എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് നെക്കും മറ്റും ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ മെയിൻ ഫാബ്രിക് എടുത്ത് വെച്ചു. അതിൻ്റെ നല്ല വശത്തേക്ക് നമ്മുടെ ലൈനിങ്, അതായത് നെക്കടക്കം കട്ട് ചെയ്തിട്ടുള്ള ലൈനിങ് വെച്ച് കൊടുത്തു. മെയിൻ ഫാബ്രിക്കിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഈ ലൈനിങ് വെച്ചിട്ടാണ്, നമ്മൾ ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല, ലൈനിങ് വെച്ചിട്ടാണ് ഈ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് പിന്നൊക്കെ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ തയ്ക്കുന്ന സമയത്ത് അഥവാ ഇതൊന്ന് മിസ്സായി പോയി കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ഫുൾ തയ്ച്ച് കഴിഞ്ഞാൽ കാണുക ഇതിങ്ങനെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. അതുകൊണ്ട് അത് മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇത് മൊത്തത്തിലായിട്ടൊന്ന് സ്റ്റിച്ചിട്ട് പിന്ന് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ നെക്കിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ സ്ക്വയറിനൊക്കെ കൊടുത്തുകൊണ്ട് ആ ജോയിൻസ് വരുമല്ലോ, ജോയിൻസ് വരുമ്പോൾ എന്താ, സൂചി അവിടെ ഇറക്കി വെക്കുക, ഇതൊന്ന് പൊക്കുക, അതിനുശേഷം തുണീനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, നമുക്ക് വേണ്ട ഡയറക്ഷനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും സൂചി താഴ്ത്തുന്നു, ആ ഒരു നെക്കിൻ്റെ ബാക്കി സ്ട്രെയിറ്റ് വരുമല്ലോ, ആ ഒരു സ്ട്രെയിറ്റ് പോർഷനിലേക്ക് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നു. വീണ്ടും അടുത്ത പോയിന്റ് എത്തുമ്പോൾ സെയിം മെത്തേഡ്, അതായത് സൂചീനെ ആ തുണിയിലകത്ത് ഇറക്കി വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഫൂട്ട് എന്നല്ല പറയുക, അതൊന്ന് പൊക്കി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, തുണീനെ ജസ്റ്റ് തിരിച്ചിടുക. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒറ്റ സ്ട്രെച്ച് തന്നെ തയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ അതേ ഷേപ്പിൽ, ഇപ്പോൾ നമ്മൾ സ്ക്വയർ നെക്ക് പോലെ കൊടുത്തതുകൊണ്ട് ആ ഒരു സ്ക്വയർ നെക്കിൻ്റെ ഷേപ്പിൽ നമ്മൾ മൊത്തത്തിൽ സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ആ പിന്നൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം, കാരണം നമ്മളത് സ്റ്റിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ വേണ്ടല്ലോ. ഇനി എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു നെക്ക് ഇപ്പോൾ ചെയ്തെടുത്തപ്പോൾ ഇവിടെ കണ്ടോ, നമ്മൾ എക്സ്ട്രാ ആ നെക്ക് മെയിൻ ഫാബ്രിക്കിൽ നെക്ക് കട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് എക്സ്ട്രാ നെക്ക് വന്നിട്ടുണ്ട്. ആ ഒരു നെക്കിൻ്റെ ആ ഒരു മെയിൻ ഫാബ്രിക്കിലെ പീസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയുക. ഓക്കെ, അത് നമുക്ക് അവിടെ ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യാം, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ലൈനിങ് നമ്മൾ സ്റ്റിച്ചിട്ടതിന് ശേഷമുള്ള ലൈനിങ് പാർട്ട് ഉണ്ടല്ലോ, ലൈനിങ് പാർട്ട് കട്ട് ചെയ്യേണ്ട, ആ ലൈനിങ് പാർട്ടിന് കറക്റ്റാക്കി വെച്ചിട്ട് ഈ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെ നെക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അപ്പോൾ ജോയിൻസ് ഉണ്ടല്ലോ, ആ ഒരു കോർണർ വരുന്നില്ലേ, ആ കോർണേഴ്സ് ഒന്ന് കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് സ്ക്വയറിനൊക്കെ ആയതുകൊണ്ട് കോർണർ മാത്രം ചെയ്താൽ മതി. റൗണ്ടിനൊക്കെ ആണെങ്കിൽ മൊത്തത്തിലൊന്ന് ചുറ്റിലും കട്ടിട്ട് കൊടുക്കണേ. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ലൈനിങ്ങിനെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന രീതിയിലാക്കി കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കും. അതായത് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, നമ്മൾ ആ ഒരു വെച്ച കട്ടിൻ്റെ പീസില്ലേ, ആ ഒരു പീസും ഈ ഒരു ലൈനിങ്ങും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒന്നിങ്ങനെ പതിച്ച് തയ്ച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ നെക്ക് ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മൊത്തത്തിലൊന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നമ്മൾ ലൈനിങ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വെച്ചിട്ട് ആ ഒരു പീസും ലൈനിങ്ങും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്രയും നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ മറിച്ചിട്ട് തയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയി പോയാൽ പണി കിട്ടും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇത് ഓപ്ഷണലായിട്ടുള്ള സ്റ്റെപ്പാണ്, ചെയ്യുന്നവർ ചെയ്താൽ മതി. ഇനി എന്ത് ചെയ്യുക, ആ ലൈനിങ്ങിനെ മെയിൻ ഫാബ്രിക്കിൻ്റെ പിറകുവശത്തേക്കാക്കി മാറ്റി വെച്ച് കൊടുത്തിട്ട് അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ നെക്കിൻ്റെ അതേ ഷേപ്പിൽ, ഇപ്പം നമ്മൾ ലൈനിങ് പിറകുവശത്തേക്ക് വന്നിട്ടുണ്ടാവും, മെയിൻ ഫാബ്രിക് ഫ്രണ്ടിൽ വന്നിട്ടുണ്ടാവും. ഇനി ആ വന്ന അതേ ഷേപ്പിൽ എന്ത് ചെയ്യുക, മൊത്തത്തിൽ നമുക്ക് ഒന്ന് സ്റ്റിച്ചിട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഷേപ്പ് തന്നെ സ്റ്റിച്ചിടാൻ വേണ്ടി ശ്രമിക്കണേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്യാൻവാസ് വെച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. പിന്നെ ലൈനിങ്ങും ക്യാൻവാസും വെച്ച് ചെയ്യണമെന്നാണെങ്കിൽ ലൈനിങ് തുണീൻ്റെ ചീത്ത വശത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫാബ്രിക് വെച്ചിട്ട് ഫാബ്രിക്കിൻ്റെ നല്ല വശത്തേക്ക്, അപ്പോൾ നല്ല വശം മുകളിൽ വരുമല്ലോ, അതിൻ്റെ മുകളിൽ ക്യാൻവാസ് വെച്ചിട്ട് നോർമൽ ക്യാൻവാസ് വെച്ച് ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഞാൻ ഇതിന് മുന്നേ ഒരു ബ്ലൗസൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ലൈനിങ്ങും ക്യാൻവാസും വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കൊടുക്കാൻ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഇനി ആ ഡോരീൻ്റെ മെഷർമെൻറ്റ്സില്ലേ നേരത്തെ കൊടുത്തേ അതുപോലെ ഇവിടെയും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങിന് ഞാൻ നേരത്തെ എങ്ങനെയാണ് മെഷർമെൻറ്റ് കാണിച്ചു തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ മെയിൻ ഫാബ്രിക്കിൽ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് എന്ത് ചെയ്തു, നമ്മൾ മുകളിൽ നിന്ന് താഴേലേക്ക് ഒരു എത്ര ഇഞ്ചിലാണ് നമുക്ക് ഈ ഡോരി വേണ്ടതെന്നുള്ളത് നോക്കുക. നമ്മളൊരു 10 ഇഞ്ചിലാണ് കൊടുത്തത്.
ഓക്കെ 6 ഇഞ്ച് ആം ഹോളും അത് കഴിഞ്ഞിട്ട് ഒരു 4 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ആം ഹോളിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ അതേ ലെങ്ത്തിലാണല്ലോ വേണ്ടത്, അതുകൊണ്ട് ഒരു 6 ഇഞ്ച് കറക്റ്റ് ഇല്ലേന്ന് നോക്കി. എന്നിട്ട് ആ ഒരു 10 ഇഞ്ചിൽ നിന്ന് താഴേലേക്ക് എത്രയാണോ നമുക്ക് ഈ ഒരു ഡോരീൻ്റെ എണ്ണം വേണ്ടതെന്ന്, എത്ര നീളത്തിൽ വേണം എന്നുള്ളത് നോക്കുക. അപ്പോൾ അത് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കുക. നമ്മളൊരു 10 ഇഞ്ച് തന്നെ താഴേലേക്ക് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ 2 ഇഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാർക്കിട്ട് കൊടുക്കുക. ഇത് തുണീൻ്റെ നല്ല വശത്ത് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നല്ല വശത്ത് തന്നെ ചെയ്യുക. ഈ 2 സൈഡിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ മറിച്ചിട്ടിട്ട് മാനുവലായിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഫിംഗർ വെച്ചിട്ട്, ഇപ്പം സെൻറ്ററിലോട്ട് മടക്കിയിട്ടല്ലേ നമ്മൾ മാർക്കിട്ട് കൊടുത്തത്. അപ്പോൾ ജസ്റ്റ് ഫിംഗർ വെച്ചൊന്ന് മടക്കിയിട്ട് അപ്പുറത്തെ സൈഡിൽ ആ ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫിംഗർ വെച്ചിട്ട് മടക്കി കൊടുത്തു ആ സ്റ്റാർട്ടിങ്. എന്നിട്ട് ജസ്റ്റ് 6 ഇഞ്ച് മെഷർ ചെയ്ത് കൊടുത്തു. അവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ താഴെയും ഒന്ന് വെച്ചിട്ട് ഒരു പോയിൻ്റ് അപ്പുറത്തെ സൈഡിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മടക്കുമ്പോൾ ഇച്ചിരി അധികം വരും. ഓക്കെ, കറക്റ്റ് 10 ഇഞ്ച് കിട്ടില്ല, 10 ഇഞ്ചിനേക്കാൾ ഇച്ചിരി അധികം വരും. പക്ഷേ നമുക്ക് ഏകദേശം ആ ഒരു മെഷർമെൻറ്റ് കിട്ടും. ഇനി അല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പുറത്തെ സൈഡ് ചെയ്തതുപോലെ തന്നെ മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡ് ചെയ്യണമെന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, മാനുവലായിട്ട് ഇങ്ങനെ മേലെ നിന്ന് 10 ഇഞ്ച് അളന്ന് അങ്ങനെയും ചെയ്യുന്നതിന് വിഷയമില്ല. ഇപ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ 2 പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ 10 മുതൽ 10.5 അടുത്ത് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ആക്കി വെച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 ഇഞ്ച് ഗ്യാപ്പിൽ അവിടെ ഇങ്ങനെ പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡോരീൻ്റെ സെക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് 2 സൈഡിലും ഡോരി വരുന്നുണ്ടല്ലോ, ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടില്ലേ വരുന്നത്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും ഇതുപോലെ നമ്മൾ ഡോരീൻ്റെ മാർക്കിങ്സ് കൊടുക്കണം. അപ്പോൾ ലൈനിങ്ങിന് അത് കൊടുത്തിട്ടില്ലെങ്കിലും വിഷയമില്ല, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് കൊടുക്കണം. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 വഴിയിൽ ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഡോരി നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഫാബ്രിക് എടുത്തിട്ട് ഫാബ്രിക്കിൻ്റെ ഈ വരച്ച പോയിൻറ്റ്സ് ഉണ്ടല്ലോ ഡോരി മാർക്ക് ചെയ്യേണ്ട, അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഡോരി വെച്ച് കൊടുക്കുക. ഓക്കെ, ഡോരി വെച്ചിട്ട് ആ ഒരു നമ്മൾ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ ആ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടും ഒരു സൈഡ് ഓപ്പൺ വരുമല്ലോ, ഓപ്പൺ വരുന്നത് തുണീൻ്റെ പുറത്തേക്ക്, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്യേണ്ട ഭാഗത്തേക്കും ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം വരുന്നത് നമ്മുടെ ഈ ഒരു ചെസ്റ്റിൻ്റെ എല്ലാം പോർഷൻ ഉണ്ടല്ലോ ഉള്ളോട്ടേക്കും ആയിട്ട് വരികെ, അങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ആ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം ഉള്ളിലോട്ടും മറ്റത് പുറത്തോട്ടും. എന്നിട്ട് ഇങ്ങനെ എക്സ്ട്രാ വരുന്ന പീസസ് എല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഇനി നമുക്കിത് മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ് ആക്കേണ്ടതാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഫസ്റ്റ് ഒരു പാർട്ടിൽ ലൈനിങ് അടക്കം വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ബാക്കിൽ നമ്മൾ ഇത് ഇൻവിസിബിളായിട്ട് വരുന്ന രീതിയിലാണ് ചെയ്തത്. ഞാൻ 2 വഴിയും പറഞ്ഞുതരാം, നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ലൈനിങ് മാറ്റാണ്ട് ലൈനിങ് അടക്കമാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്കിതിനൊന്ന് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാനുണ്ട്. ഇതിപ്പോൾ നല്ല വശത്ത് കാണുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ നമ്മൾ ആ സ്റ്റിച്ചിനെ കറക്റ്റാക്കി പിടിച്ചു കൊടുക്കുക. അപ്പോൾ 2 സൈഡിൽ നിന്നും ആ ഒരു സ്റ്റിച്ചിനെ എന്ത് ചെയ്തു, നമ്മളിങ്ങനെ നൂലുണ്ടാവും, നൂല് വെച്ച് പിടിച്ചാലും മതി, ആ കറക്റ്റായിട്ട് ആ ഒരു സ്റ്റിച്ചിൻ്റെ ലെങ്ത്തിൽ നമ്മൾ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഒരു എന്താ പറയണ്ടേ സ്റ്റിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ സ്റ്റിച്ച് എന്ത് ചെയ്യുക, തുടക്കത്തിൽ ഒന്ന് അറ്റത്തീന്ന് തുടങ്ങി ഒന്ന് വളച്ചിട്ട് പിന്നെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ മൊത്തത്തിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് എടുക്കുന്ന അതിൻ്റെ ആ തീയൊരു ലെങ്ത്തൊക്കെ പോയിക്കോളെ, അതുകൊണ്ട് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇതിനായിട്ട് അധികം അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ആ തയ്യൽ തുമ്പ് 2 ഇഞ്ച് എടുത്തല്ലോ, അതെടുത്താൽ മതിയാവും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ വെച്ച് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് വളച്ച് ലോക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വളച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ മേലേലോട്ട് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് മതി. അപ്പോൾ 4 ഇഞ്ച് വിട്ടിട്ട് മൊത്തത്തിലായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ സ്റ്റിച്ച് നമ്മൾ ആ വരഞ്ഞ വരയും അതുപോലെ ഈ ഒരു ഡോരീൻ്റെ ആ ഒരു ബാക്കിയുള്ള പീസെല്ലാം ഇതിൻ്റെ ഉള്ളിലായിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കണ്ടോ, ഞാൻ ലൈനിങ് അടക്കമാണ് വെച്ച് തയ്ക്കുന്നത്. ഇങ്ങനെ വെച്ച് തയ്ച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പുറത്തേക്കൊക്കെ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കാണാത്ത വിധത്തിൽ വെക്കുന്നതായിരിക്കും ബെറ്റർ. അത് ലൈനിങ് മാറ്റിയിട്ട് ചെയ്താലും മതിയേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം ചെയ്തത് ഇതായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെയാണ് നമ്മൾ ചെയ്തത്, ലൈനിങ് അടക്കാൻ വെച്ചിട്ട്. പിന്നെ പേഴ്സണൽ യൂസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത് ഈ ഒരു ഡോരീൻ്റെ മേലെ എത്തുമ്പോൾ ഇച്ചിരി ടൈറ്റ് ഉണ്ടാവും, പക്ഷേ കുഴപ്പമില്ല. 2 അറ്റത്ത് ലോക്ക് ഇട്ടിട്ട് അവസാനിപ്പിച്ചു. ഓക്കെ, ഇതാ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഇത് സെയിം കളറായതുകൊണ്ടാണ് ഡോരി കാണാത്തത്. അവിടെ കണ്ടോ, ആ ഒരു ഡോരി ഇടാനുള്ള ആ ഒരു ഡോരി ഹോൾ, ആ ഒരു ഹോൾ എന്നാൽ പറയാമെന്ന് എനിക്കറിയില്ല, ആ ഒരു ഗ്യാപ്പ്. അപ്പോൾ ഇനി ഓപ്പോസിറ്റ് സൈഡ്, അതായത് ബാക്ക് പാർട്ടിൽ നമുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ കണ്ടോ, ഇത് ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം ഉള്ളിലോട്ടേക്കും ആ 2 ഓപ്പൺ വരുന്ന ഭാഗം പുറത്തോട്ടേക്കും അങ്ങനെ ചിന്തിച്ചാൽ മതി. പുറത്തോട്ടേക്ക് മീൻസ് ആ ഒരു കുറച്ച് ഇത് എന്താ പറയേണ്ടത്, നമ്മളെ ജോയിൻ ചെയ്യേണ്ട ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തേക്ക്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റ് കെട്ടാൻ വേണ്ടി പറ്റും. അപ്പോൾ 2 ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ ഡോരീസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി എന്ത് ചെയ്യുക, നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താ മാറ്റം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈനിങ് മാറ്റിയിട്ട് മെയിൻ ഫാബ്രിക്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ഡോരി ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷമാണ് നമ്മൾ ഡോരി മൊത്തം വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്ക് നെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതവിടെ അതിൻ്റെ കൂടെ അങ്ങ് ഹൈഡായി പോയിക്കോളും. ഓക്കെ, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് എല്ലാം നേരത്തെ ചെയ്ത പോലെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പം ഡോറി രണ്ടും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ലൈനിങ് വെച്ച് കൊടുത്തു നല്ല വശത്ത്. എന്നിട്ട് ഇവിടെ നമ്മൾ റൗണ്ട് നെക്കാണ് കൊടുത്തത്. ആ ഒരു റൗണ്ട് നെക്ക് കംപ്ലീറ്റ് ആയിട്ട് റൗണ്ട് നെക്കിൻ്റെ ഷേപ്പിലായിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് പോയപ്പോൾ ഒരു ചെറുതായിട്ട് വീഡിയോഗ്രാഫർ മാറിയിട്ടുണ്ടായിരുന്നു. അതാണ് ആംഗിളിലൊക്കെ ചെറിയൊരു ഡിഫറൻസ്. അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് പോയത്. പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് പേടിയുണ്ടായിരുന്നു. അപ്പോൾ പകുതിക്ക് ശേഷമാണ് ഞാൻ വന്നത്. എനിക്ക് കുഴപ്പമില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു എക്സ്ട്രാ വന്ന പോർഷൻ ജസ്റ്റ് കട്ട് ചെയ്ത് കളയുക. ഇത് റൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കട്ട്സ് ഇട്ട് കൊടുക്കുക. നമുക്കിത് മറിച്ചിടുന്ന സമയത്ത്, അപ്പോൾ കട്ടിടുന്ന സമയത്ത് ഈ ഒരു ഇതില്ലേ സ്റ്റിച്ചിൽ തട്ടാത്ത വിധത്തിൽ കട്ടിടാൻ വേണ്ടി ശ്രമിക്കുക. സ്റ്റിച്ചിൽ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി പണിയാവും. അപ്പോൾ സ്റ്റിച്ച് തട്ടാത്ത വിധത്തിൽ കട്ടിട്ട് കൊടുക്കണം. പിന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കുക. ഓക്കെ, ആ ഒരു കട്ടിട്ട പീസുകളും പിന്നെ ഈ ഒരു ലൈനിങ് കൊണ്ടല്ലോ രണ്ടും കൂടെ ഒന്നിച്ച് വരുന്ന രീതിയിലായിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ നമുക്കിത് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതും കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്കിതിനെ ജസ്റ്റ് ബാക്കിലോട്ടായിട്ട് സ്റ്റിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ്, അതായത് പതിച്ച് തയ്ച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഫൈനൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഷോൾഡർ ഇതിൻ്റെ കൂടി ഇൻവിസിബിളായി പോയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിൻ ഫാബ്രിക്, രണ്ടിൻ്റെ മെയിൻ ഫാബ്രിക് എന്ത് ചെയ്യുക, ഇവ ബാക്ക് സൈഡിൻ്റെ മെയിൻ ഫാബ്രിക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ടിൻ്റെ മെയിൻ ഫാബ്രിക് വെച്ച് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ലൈനിങ് രണ്ടും പുറത്തും മെയിൻ രണ്ടും നടുവിലായിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഷോൾഡർ രണ്ടിൻ്റെയും ഒന്ന് ജോയിൻ ചെയ്ത് പിടിക്കുക. എന്നിട്ട് ആ ഒരു ഇതുണ്ടല്ലോ ലൈനിങ്ങിനൊന്ന് ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ലൈനിങ് രണ്ടും ഒരു സൈഡിലും മെയിൻ ഫാബ്രിക് രണ്ടും ഒരു സൈഡിലായിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടതുകൊണ്ടാണ് ഫൈനൽ സ്റ്റിച്ച് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത്. ജസ്റ്റ് പതിച്ച് തയ്ച്ച് കൊടുത്തിട്ട് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ ഇതിന് ആം ഹോളും ആ ഒരു ഷോൾഡറും ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഷോൾഡർ ജോയിൻ ചെയ്ത സമയത്ത് ഡബിൾ സ്റ്റിച്ച് ട്രിപ്പിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തോളൂ, കുഴപ്പമില്ല. കാരണം നമുക്ക് അത്യാവശ്യം നിൽക്കേണ്ടതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിച്ച് ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഒരു സ്റ്റിച്ച് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇൻവിസിബിളായിട്ട് പോയിക്കോളും, പുറത്ത് കാണില്ല. അപ്പോൾ അത്യാവശ്യം നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാം, ഓപ്പോസിറ്റ് സൈഡ് രണ്ട് സൈഡ് ഉണ്ടല്ലോ ഷോൾഡർ, രണ്ട് ഷോൾഡറും ഒരുപോലെ ആക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ രണ്ടിൻ്റെ നല്ല വശം ഒന്നിച്ച് വെക്കുക. എന്നിട്ട് ഒന്നിൻ്റെ ലൈനിങ് എടുത്ത് മറ്റേതിൻ്റെ ലൈനിങ്ങിനെ മേലെയായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ രണ്ടിൻ്റെ ലൈനിങ് ഒരു സ്ഥലത്തും മെയിൻ ഫാബ്രിക് ഒരു സൈഡിലുമായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഷോൾഡർ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അത്രേ ചിന്തിക്കണ്ടു, അധികം ഒന്നും ചിന്തിക്കാൻ വേണ്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളാണ് സംഭവം. അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട, ഡയറക്റ്റ് രണ്ട് ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഈ ഒരു പോർഷനില്ലേ ബാക്ക് നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുത്തില്ലല്ലോ, ആ ഒരു ബാക്ക് നെക്ക്, ആ ഒരു റൗണ്ട് നെക്ക് അങ്ങനെ തന്നെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ ജോയിനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന് ജസ്റ്റ് സ്ലീവ്സ് നമ്മൾ ഓൾറെഡി വെട്ടി വെച്ചല്ലോ, അത് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഫാമിലി ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ജസ്റ്റ് 6 സബ്സ്ക്രൈബേഴ്സ് തുടങ്ങി, എനിക്കിപ്പോൾ ഒരു 3000 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. ഇനിയും കുറേ വീഡിയോസ് ഞാൻ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്ക് നമ്മളിവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമ്മുടെ ഇതുണ്ടല്ലോ സ്ലീവ്സിൻ്റെ അടിവശം ഒന്ന് മടക്കി തയ്ക്കണം. അപ്പോൾ 2 മടക്കാക്കി തയ്ക്കണം. പക്ഷേ ഞാൻ സ്ലീവ്സ് വെട്ടിയ സമയത്ത് അതിൻ്റെ അറ്റത്തെ സൈഡ് നല്ല നീറ്റായിട്ടുള്ള തുണീൻ്റെ അറ്റാണല്ലോ വന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒറ്റ മടക്കേ മടക്കുന്നില്ല, നിങ്ങൾ 2 ആക്കി മടക്കി കൊടുക്കണം. അറ്റം കിട്ടിയാൽ കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ 2 ആക്കി മടക്കണം. എന്നിട്ട് ആ ഒരു സ്ലീവ്സിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, അത് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് ഷോൾഡറിൻ്റെ മേലെ വരുന്ന രീതിയിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മുകളിൽ നിന്ന് ഈ ഒരു നല്ല വശത്ത് തന്നെ വെക്കണേ. സ്ലീവ്സ് ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും, സ്റ്റിച്ചിങ് അറിയുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നൊരു മെത്തേഡാണല്ലോ ഈ ഒരു സ്ലീവ്സ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്, കാരണം വീഡിയോ ലെങ്ത്ത് കൂടിപ്പോവും. അപ്പോൾ 2 സ്ലീവ്സും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഡോരിയും കൂടെ വേണം. അതായത് നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് ചെയ്താൽ മതി. നല്ല നീളത്തിലൊരു ഡോരി, ഒന്നല്ല 2 വേണം, 2 സൈഡിലും ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ജസ്റ്റ് ആ ഒരു ഡോരിയിലോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് സ്ലിറ്റ് ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സ്ലീവ്സിൻ്റെ അവിടെ നിന്ന് 2 ജോയിൻ ചെയ്ത് വരിക. സ്ലിറ്റുള്ള പോർഷൻ വരെയും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ,
ഈ ലൈനിങ്ങും ഫാബ്രിക്കുകളും കൂട്ടിയിട്ട് സ്ലിറ്റുള്ള ആ ഒരു പോർഷൻ വരെ നമ്മൾ കട്ടിട്ട് കൊടുത്തല്ലോ, അവിടെ വരെ നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ലോക്ക് ഇട്ടിട്ട് അവസാനിപ്പിക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അത് അവിടെ അവസാനിപ്പിച്ചേക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ സ്ലിറ്റിൻ്റെ ആ ഒരു പോർഷൻ്റെ അവിടെ നമുക്ക് സ്ലിറ്റ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നേരെ മറച്ചിട്ടിട്ട് രണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു സ്ലിറ്റിട്ട പോർഷൻ വരെയും താഴേന്ന്, അതായത് ചുരിദാറിൻ്റെ താഴേന്ന് ആ സ്ലിറ്റ് വരെ വരുന്ന രീതിയിൽ ഒന്ന് ബാക്കിലോട്ട് മടക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ വരെ നമുക്ക് സ്ലിറ്റ് ഉണ്ട്. ഓക്കെ, അവിടെ നിന്നാണ് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതപ്പോൾ അവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ജസ്റ്റ് ഇങ്ങനെ ബാക്ക് സ്റ്റിച്ച് ചെയ്തു, അവിടെ നമ്മൾ ലോക്ക് ഇട്ട് വെച്ചു. ഇനി എന്ത് ചെയ്യുക, നേരെ തുണി എടുത്തിട്ട് ഓപ്പോസിറ്റ് വെച്ചാൽ, എന്നിട്ട് ആ നല്ല വശത്തിനെ ബാക്ക് സൈഡിലേക്കായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ രണ്ടും മടക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു അരയിഞ്ച് വരുന്ന ആ ഒരു മടക്കിയാൽ മതി. നിങ്ങൾക്ക് നല്ല വീതിക്കുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ മടക്ക് അങ്ങേ അറ്റം വരെയും അങ്ങനെ തന്നെ ഒന്ന് ആ സ്ലിറ്റ് വരെ നമ്മൾ ഓൾറെഡി ലോക്കിട്ട് വെച്ചാണല്ലോ, അപ്പോൾ അതുവരെയും പോവുക. എന്നിട്ട് ഇതിങ്ങനെ ഈ ഒരു സൈഡിലേക്ക് താഴേന്ന് മുകളിലോട്ടേക്കായിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. എന്നിട്ട് ഇതിങ്ങനെ പോയി അവസാനം നമ്മൾ ആ ലോക്കിട്ട് അവിടെ എത്തുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് നിവൃത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ അടിച്ച് വന്ന ഈ ഒരു സ്ലിറ്റിൻ്റെ പോർഷനും ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെ ഉണ്ടാവും. അപ്പോൾ എന്താ, ജസ്റ്റ് ഒന്ന് ആ തുണിയിൽ നിന്ന് നിവൃത്തി വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ രണ്ട് തുണി, ഇങ്ങനെ ഒരു സ്റ്റിച്ചിൻ്റെ ഇടയ്ക്ക് രണ്ട് തുണി വന്നിട്ടുണ്ടാവും, അതിനെ ജസ്റ്റ് ഒന്ന് വെച്ച് ഓപ്പോസിറ്റ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ അതിനെയും ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. ഓക്കെ, മടക്കി വെച്ച് കൊടുത്തിട്ട് ഈ ഒരു പോർഷൻ ഇപ്പം ഞാൻ വിഷ്വലിൽ കാണിക്കുന്ന പോലെ അവിടത്തേക്കൊരു കുഞ്ഞ് സ്റ്റിച്ച്, ഒരു 4-5 സ്റ്റിച്ചേ വേണ്ടി വരുള്ളൂ, കാരണം അത് അങ്ങനെയാണല്ലോ. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, നേരത്തെ പോലെ തന്നെ സൂചി ഇറക്കി വെക്കുക, തുണി തിരിച്ചിട്ടിട്ട് ഇപ്പം മടക്കി വെച്ചല്ലോ അതിന് കറക്റ്റായിട്ട് താഴെ വരെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് ഇങ്ങനെയാണ്, സ്റ്റിച്ച് ആൻഡ് സ്ലിറ്റ് ഇത് രണ്ട് പറയാൻ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഇവിടെ നിന്ന് അങ്ങനെ സ്ലിറ്റ് എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് അങ്ങനെ തന്നെ രണ്ട് സൈഡിലും ചെയ്തെടുക്കുക. ഞാൻ ആദ്യം എടുത്തപ്പോൾ അത് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് രണ്ടാമത് ഇപ്പുറത്തെ സൈഡ് വീണ്ടും കാണിച്ചത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട്, അത് താഴേന്ന് തുടങ്ങുക, ആ സ്ലിറ്റിൻ്റെ പോർഷൻ വരിക, അവിടെ നിന്ന് തുണി നിവൃത്തിയിട്ട് കൊടുക്കുക, ഒന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് അവിടെ നിന്ന് സൂചി ഇറക്കി വെച്ചിട്ട് വീണ്ടും താഴേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് സ്ലിറ്റിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് മെക്കാനിസം വരുന്നത്. പിന്നെ സിമ്പിളായിട്ട് അടിവശം ഉണ്ടല്ലോ അതൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കുകയും കൂടെ വേണം. അപ്പോൾ അതൊന്നും ഞാനിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഭയങ്കര ലോങ് ആയി പോകുമല്ലോ വീഡിയോ. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ ഡോരിയും കൂടെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഒരു ഡോരിയെ ചെയ്തിട്ടുണ്ടായതിലും ഞാൻ വീഡിയോ എടുക്കാനുള്ള തത്രപ്പാടിൽ തൽക്കാലം ഒന്നിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ടൈറ്റാക്കി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാനത് ഇങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നത്, ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾ സ്ലീവ്സ് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടില്ല, തൽക്കാലം വീഡിയോ എടുത്തിട്ടൊന്ന് ട്യൂട്ടോറിയൽ ഇടാമെന്നുള്ള മൈൻഡിലായതുകൊണ്ട്. അപ്പോൾ ഇതിനി സ്റ്റിച്ച് കറക്റ്റ് ഷേപ്പിലാക്കി സ്ലീവ്സ് ഒന്ന് എടുക്കാനുണ്ട്. ബാക്കി ബോഡി പാർട്ട് നമുക്ക് ഈ ഡോരി വരുന്നതുകൊണ്ട് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് വലിച്ച് ടൈറ്റായി കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഒരേ സൈസിലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സൈസിലുള്ള ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെന്നാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. ഷെയർ ഇട്ടിടുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിക്ക് അവിടെ ടൈറ്റാക്കി വലിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ബോഡിക്ക് ഹഗ്ഗിങ് ആയിട്ട് നിന്നോളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വേറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഓണം സീരീസ് റണ്ണിങ് ആണ്, എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബൈ.